മോൾ എങ്ങനെ ഒരു പടക്കമായെന്ന് നിനക്കറിയണമെങ്കിൽ നീ ആദ്യം അവളുടെ തള്ളയെ പരിചയപ്പെടണം. മെഹൂന ആരംഭിക്കലാമ. തള്ളയും മോളെ പോലെ തന്നെ ആദ്യം നിന്റെ അടുത്ത് ലോകത്തെങ്ങും ഇല്ലാത്ത പോലത്തെ സ്നേഹം കാണിക്കും. ഭക്ഷണം പൊതിഞ്ഞ് കൊടുത്തുവിടും. രാവിലെയും വൈകിട്ടും നിന്റെ വിശേഷം അന്വേഷിക്കും. ഇവരുടെ സ്നേഹം കാണുമ്പോൾ നീ വിചാരിക്കും നിന്റെ സ്വന്തം അമ്മ നിന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ലെന്ന്. പക്ഷെ ഇതെല്ലാം പടക്കമായ സ്വന്തം മകളെ എങ്ങനെയെങ്കിലും നിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള തള്ളയുടെ മാനിപ്പുലേഷൻ ടെക്നിക്സ് ആണ്. ഏതെങ്കിലും പിച്ചക്കാരന്റെ കൂടെ മോളുടെ അബോർഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമായിരിക്കും ആ തള്ള നിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. തള്ളയ്ക്ക് നാട്ടിൽ നല്ല പേരൊക്കെ ആയിരിക്കും. പക്ഷെ വീടിനുള്ളിൽ സ്വന്തം ഭർത്താവിനെ പട്ടിയെ പോലെ കണ്ട് ഊമയാക്കി എല്ലാം കൺട്രോൾ ചെയ്ത് അടക്കി വാഴുന്ന ഒരു ടൈപ്പ് സ്വഭാവമാണെങ്കിൽ അവരുടെ മോളും നിന്റെ അടുത്ത് ഒരു കൊച്ചൊക്കെയായി നീ ലോക്കായെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതുപോലെ തന്നെ പെരുമാറി തുടങ്ങും. കാരണം അവളും ഇത് കണ്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. പിന്നെ ഈ തള്ള നിന്റെ കുടുംബത്തിന്റെ മനസമാധാനം കളയാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവരുടെ അടിമയായ മോൾക്ക് ഡെയിലി ഫോൺ വഴി കൊടുത്തോണ്ടിരിക്കും. അവള് നിന്റെ മോളുടെ അടുത്തും ഇതുപോലെ തന്നെ പെരുമാറും. അങ്ങനെ ഈ ലൂപ്പ് ഒരിക്കലും അവസാനിക്കാതെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ഇത്ര നേരം സംസാരിച്ചത് വെടിവെച്ചാങ്കോവിൽ പതിവ്രത എന്ന മൈക്രോ വെബ് സീരീസിലെ തങ്കശ്ശേരി തങ്കം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റിയാണ്. അല്ലാതെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായി ഞാൻ ഈ പറഞ്ഞതിന് യാതൊരു ബന്ധവുമില്ല. ഇനി നിന്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാൻ ബയോയിൽ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം.